ട്രെയിനുകളിൽ യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യങ്ങളുമൊക്കെ ഉറപ്പുവരുത്തുന്ന TTEമാർ എവിടെയാണ് വിശ്രമിക്കുന്നത് എന്നറിയാമോ? മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ജോലിക്ക് ശേഷവും വിശ്രമിക്കാനും മറ്റും മതിയായ സൗകര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല. നാം കാണുന്ന പദവിക്കപ്പുറം ദുരിതപൂർണ്ണമാണ് അവരുടെ ജീവിതം. അവരുടെ തന്നെ വാക്കുകളിൽ റെയിൽവേ ഒരുക്കി നൽകുന്ന സൗകര്യങ്ങൾ ദുരിതപൂർണ്ണമാണ്. പറയുമ്പോൾ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽപ്പെടുന്നവരാണ് TTEമാർ. എന്നാൽ അവർക്ക് മതിയായ സൗകര്യങ്ങൾ ഇനിയും റെയിൽവേ ഒരുക്കി നൽകിയിട്ടുണ്ടോ? എന്താണ് ഈ പരസ്യ പ്രതിഷേധത്തിന് കാരണം? ഡിവിഷന് കീഴിലെ TTEമാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഒരു നല്ല വിശ്രമ മുറി എന്നത്. ഏറെ ആവശ്യപ്പെട്ടിട്ടും പരിഗണിക്കാതായതോടെയാണ് TTEമാർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ വിശ്രമമുറി ബഹിഷ്കരിച്ച നിലത്ത് പാവിരിച്ച് കിടന്നായിരുന്നു പ്രതിഷേധം. പാലക്കാട്, ഷൊർണൂർ, കണ്ണൂർ, മംഗലാപുരം എന്നീ സ്റ്റേഷനുകളിലായിരുന്നു പ്രതിഷേധം. വിശ്രമമുറികൾ നവീകരിക്കണമെന്ന റെയിൽവേ ബോർഡ് നിർദ്ദേശമുണ്ടായിട്ടും ഡിവിഷനുകൾ പാലിക്കുന്നില്ലെന്നാണ് TTEമാരുടെ ആക്ഷേപം. അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഭൗതിക കാരണങ്ങളിലാണ് ഇതുവരെയും പതിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഒരു തൊഴിലാളി ജോലി എടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ അവർ പലപ്പോഴും ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് വിട്ട് ദൂര സ്ഥലങ്ങളിലാണ് താമസിക്കേണ്ടി വരുന്നത്. അതുതന്നെ ഈ റെസ്റ്റ് റൂമുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. വിശ്രമമുറികളിൽ കുടിവെള്ളം, ക്യാൻറ്റീൻ എന്നിവ ഉറപ്പാക്കണമെന്നതും വനിതാ TTEമാർക്കായി പ്രത്യേക വിശ്രമമുറി വേണമെന്നതും ഇവരുടെ വർഷങ്ങളായുള്ള ആവശ്യങ്ങളാണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളും 3 ഡേ റോസ്റ്റർ, അതായത് ഇന്ന് വന്നാൽ ഫുൾ ഡേ പാലക്കാട് കിടക്കണം. അപ്പോൾ ഇവിടെ കുടിവെള്ളം അറ്റ്ലീസ്റ്റ് ഒരു മെയിൻ സോഴ്സ് അല്ലേ, കുടിവെള്ളം പോലും ഞങ്ങളുടെ റെസ്റ്റ് റൂമിലില്ല. അപ്പോൾ ഇതേ സ്ഥിതിയാണ് ഷൊർണൂർ 4 ബെഡ് ഇടുന്ന ഒരു റൂമിൽ 6 ബെഡ് ഇട്ട് തന്നു, എന്നിട്ട് ഫാനില്ല. അപ്പം അതിന് പ്രതിഷേധിച്ചപ്പോൾ പിന്നെ ഒരു സീലിംഗ് ഫാൻ കൊണ്ടുവച്ച് അവിടെയും ഗതി ഇത് തന്നെ. അവിടെ ഒരു തൊഴുത്ത് പോലെയാണ് ഞങ്ങളുടെ റൂം കിടക്കുന്നത്. കാണുമ്പോൾ വലിയ സൂട്ടും കോട്ടും ഇട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുമെങ്കിലും വരുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. സംയുക്ത ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാലക്കാട്, ഷൊർണൂർ, കണ്ണൂർ, മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനുകളിലാണ് ഒരേ സമയം TTEമാരുടെ പ്രതിഷേധം നടന്നത്. മെയ് ദിനത്തിലെ പ്രതിഷേധം ഒരു സൂചന മാത്രമെന്നാണ് TTEമാർ പറയുന്നത്. ഇനിയും തങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ യാത്രക്കാരുടെ സൗകര്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നും തങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെങ്കിലും ചെയ്തു തരണം എന്നും മാത്രമാണ് TTEമാരുടെ ആവശ്യം. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ വർക്ക് ചെയ്ത് ഈ ടൈമുകളിൽ നമ്മുടെ ഉറക്കം എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി സെക്യൂരിറ്റി നമ്മുടെ പാസഞ്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം സെക്യൂരിറ്റി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കുടിക്കാൻ വെള്ളമില്ല, പിന്നെ AC ഇല്ല. അങ്ങനെ പിന്നെ ഈ ചൂട് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം റൂം ശരിയല്ല, ബാത്റൂം ശരിയല്ല, ഒന്നും ശരിയല്ല. നമുക്ക് നൈറ്റ് ഡ്യൂട്ടി വന്ന് കഴിഞ്ഞിട്ട് വന്ന് കിടക്കാൻ നമുക്ക് ഒരു മാർഗ്ഗമില്ല. വെളിയിലാണ് കിടക്കുന്നത്. 8-10 മണിക്കൂർ ജോലി ചെയ്ത് ഒരു 8 മണിക്കൂർ റെസ്റ്റ് എന്നുള്ളതിലേക്ക് വരുമ്പോൾ മനുഷ്യാവകാശ ലംഘനമാണ് നമ്മുടെ അധികാരികൾ ഞങ്ങൾക്കെതിരെ കാണിച്ചിരുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ഈ രേഖപ്പെടുന്നത്.